ചരിത്രപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഇടപ്പള്ളി സെയിന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പരിപാവനമായ തിരുനാൾ മഹാമഹം സമാഗതമായി. സ്വന്തം ജീവരക്തം കൊണ്ട് ക്രിസ്തു സാക്ഷ്യം നൽകിയ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ വിശ്വാസ മാതൃക അനുസ്മരിക്കുന്ന തിരുനാളുകളുടെ പുണ്യദിനങ്ങൾ ഏപ്രിൽ 25 മുതൽ ആചരിക്കുകയാണ്. വിശുദ്ധരെ മാനിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വിശ്വാസ പാരമ്പര്യത്തിന്റെ മഹനീയത വെളിപ്പെടുന്ന സ്മരണീയ ദിനങ്ങളാണിത്. ആരാധക ലക്ഷങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളാൽ തിരുവചനങ്ങൾക്ക് മാംസളത വയ്ക്കുന്ന മുഹൂർത്തം. വർണ്ണമഴ പോലെ പെയ്തിറങ്ങുന്ന വിശ്വാസദീപ്തിയാൽ ഉന്നതനായ വിശുദ്ധന്റെ അനുഗ്രഹ വർഷങ്ങൾ നേടുന്ന വിശ്വാസികൾക്ക് ഇത് നിർവൃതിയുടെ നിമിഷങ്ങൾ. നീതിയും സമാധാനവും സാഹോദര്യവും ഇടകലരുന്ന സ്വർഗീയ നിമിഷങ്ങളിലൂടെ വേനലിന്റെ രാവുകൾ ഒഴുകിപ്പോകുന്നു. ദൈവത്തിന് സ്വയം സമർപ്പിക്കുന്നതിലൂടെ ഒരു ജനത നേടുന്ന സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നിറഞ്ഞ സൗന്ദര്യമാണ് ഈ തിരുനാൾ ദിനങ്ങളിൽ ഇവിടെ വെളിപ്പെടുന്നത്. രക്തസാക്ഷിയായ വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ കേരള സഭയിൽ ആകമാനം ആഘോഷിക്കുക ഏപ്രിൽ മാസം 24 തീയതിയാണ്. എങ്കിലും ഇടപ്പള്ളി പള്ളിയിൽ തിരുനാൾ ആഘോഷം ആരംഭിക്കുന്നത് കൊടിയേറ്റത്തോടു കൂടിയാണ്. കൊടിയേറ്റം ഏപ്രിൽ മാസം 25 തീയതി വൈകുന്നേരമാണ് നടത്തപ്പെടുക. കൊടിയേറ്റം എന്ന മതപരമായ ചടങ്ങിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് മെയ് മാസം 1 തീയതി നടക്കുന്ന വിശുദ്ധ ഗീവർഗീസിൻ്റെ ആഘോഷപൂർവമായ തിരുസ്വരൂപം എഴുന്നള്ളിച്ചിട്ടുള്ള ഘോഷയാത്രയാണ്. ഈ ഘോഷയാത്രയിൽ പങ്കെടുത്ത് വിശുദ്ധൻ്റെ തിരുസ്വരൂപം പള്ളിയിൽ പ്രതിഷ്ഠിക്കുകയാണ് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. ഈ ചടങ്ങ് കാണാനും അതിൽ പങ്കെടുക്കാനും നേർച്ച കാഴ്ചകൾ അർപ്പിക്കാനുമൊക്കെ വേണ്ടിയിട്ട് കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ഒക്കെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനലക്ഷങ്ങൾ മെയ് മാസം 1 തീയതി എടപ്പള്ളി പള്ളിയിൽ തടിച്ചുകൂടാറുണ്ട്. മെയ് മാസം 3, 4 തീയതികളിലാണ് വിശുദ്ധൻ്റെ തിരുനാൾ എല്ലാ വർഷവും എടപ്പള്ളിയിൽ ആഘോഷിക്കുക. തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുക്കാനും തിരുനാളിന് മോടി കൂട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളിൻ്റെ ചടങ്ങായ പട്ടണ പ്രദക്ഷിണം കാണാനുമൊക്കെ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ ഇടപ്പള്ളിയിലും പരിസരത്തുമൊക്കെ തിങ്ങിക്കൂടുക സർവ്വസാധാരണമാണ്. കൂടാതെ വിശുദ്ധനോടുള്ള മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നേർച്ച കാഴ്ചകൾ അർപ്പിച്ചുകൊണ്ട് വിശുദ്ധൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുന്ന ഭക്തജനങ്ങളുടെ പ്രവാഹം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. എല്ലാ വർഷവും മെയ് മാസം 10, 11 തീയതികളിലാണ് 8-ാമിടം തിരുനാൾ ആഘോഷിക്കുക. തിരുനാൾ ആഘോഷങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു വരുന്നു. തിരുനാളിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. തിരുനാളിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ പ്രാർത്ഥനകളും ഇത്തരുണത്തിൽ ഏവർക്കും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി. തിരുനാൾ പ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന ഇടപ്പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ആരാധനാലയത്തിന് പൗരാണികതയുടെ പാരമ്പര്യം ഏറെയുണ്ട്. ഭാരതത്തിന്റെ അപ്പോസ്തോലിക പദവിയുടെ 1-ാം സ്ഥാനം അലങ്കരിക്കുന്ന വിശുദ്ധ തോമാസ് ലീഹ സ്ഥാപിച്ച 7 പള്ളികൾക്കു ശേഷം പിന്നീടുണ്ടായ പുരാതന പള്ളികളിൽ ഒന്നാണ് ഇടപ്പള്ളി പള്ളിയെന്ന് കരുതപ്പെടുന്നു. ഇത് AD 593 ചേരമാൻ പെരുമാൾ ഭരണകാലത്തെ ആരാധനാലയമാണ്. തൃക്കാക്കര തലസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന 2-ാം ചേര സാമ്രാജ്യത്തിലെ ഒരു നാട്ടുരാജാവാണ്
പള്ളി സ്ഥാപിക്കുവാൻ സ്ഥലം ദാനമായി നൽകിയതെന്ന് അനുമാനിക്കപ്പെടുന്നു. രാജഗൃഹമായിരുന്ന ഇടപ്പള്ളി കൊട്ടാരം പള്ളിക്ക് സമീപം സ്ഥിതി ചെയ്യുന്നു. ഇടപ്പള്ളിയിലെ ചരിത്രപ്രസിദ്ധമായ എളങ്ങള്ളൂർ സ്വരൂപത്തിന്റെ ആസ്ഥാനമാണിത്. ഇടപ്പള്ളി പള്ളിയും എളങ്ങള്ളൂർ സ്വരൂപം തമ്മിലുള്ള ബന്ധം നൂറ്റാണ്ടുകളായി നിലനിന്നു വരികയാണ്. ഈ പ്രദേശത്ത് അധിവസിക്കുന്ന ക്രിസ്തുമത വിശ്വാസികൾക്ക് അവരുടെ മതവിശ്വാസം പുലർത്തുവാനും ആരാധിക്കുവാനും മറ്റും സ്ഥല സൗകര്യങ്ങളില്ലാത്ത ആ കാലത്ത് ദൂരെയുള്ള വരാപ്പുഴയിൽ പോയി പള്ളി പരിപാടികളിൽ പങ്കുകൊള്ളേണ്ട ബുദ്ധിമുട്ട് അവർക്ക് നേരിടേണ്ടി വന്നു. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടെ പള്ളി പണിയുവാൻ ഇടപ്പള്ളി എളങ്ങള്ളൂർ സ്വരൂപത്തിൽ നിന്നും കരമൊഴിവായി സ്ഥലം ദാനം ചെയ്തു എന്നാണ് ഐതിഹ്യം. പള്ളി പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പ്രദക്ഷിണത്തിനുള്ള വഴിയും മറ്റും സ്വരൂപത്തിൽ നിന്നും സംഭാവനയായി നൽകിയിട്ടുള്ളതാണെന്നാണ് കേട്ടുകേൾവിയും എന്നാൽ സത്യവും. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പള്ളിയും സ്വരൂപവും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നത്. മതസൗഹാർദ്ദത്തിൻ്റേതായ ഒരു അന്തരീക്ഷം ഈ ബന്ധം കൊണ്ട് പുലർത്തുവാനും പരിപോഷിപ്പിക്കുവാനും കഴിഞ്ഞു എന്നത് ഈ നാടിൻ്റെ ഭദ്രതയ്ക്കും പൊതുവെ എല്ലാവർക്കും നൽകുന്ന മതസൗഹാർദ്ദത്തിൻ്റെ ഒരു സന്ദേശവുമാണെന്ന് പ്രത്യേകം പറയാതെ നിവൃത്തിയില്ല. ഇന്ന് മത തീവ്രവാദങ്ങളും വിഭാഗീയ ചിന്തകളും വളർന്നു വലുതാകുമ്പോൾ ആ തമസ്സിനെ ദൂരീകരിക്കുവാൻ മതസൗഹാർദ്ദത്തിൻ്റെ ഈ രശ്മികൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇടപ്പള്ളി രാജാവ് ദാനമായി നൽകിയ സ്ഥലത്ത് പണി കഴിപ്പിച്ച പള്ളി മതത്തിന്റെ അതിരുകളെ ലംഘിക്കുന്ന വിശ്വാസ ഗോപുരമായി ഉയർന്നു നിൽക്കുന്നു. പടിഞ്ഞാറോട്ട് ദർശനമായാണ് പഴയ പള്ളി സ്ഥാപിക്കപ്പെട്ടത്. പടിഞ്ഞാറ് കടലായതിനാൽ പള്ളിയുടെ ദർശനവും അങ്ങോട്ടായി. പൗരാണികതയുടെ ഈടുവയ്പായ പഴയ പള്ളി സ്ത്രീകളിൽ അനുഗ്രഹീതയും മാലാഖമാരാൽ സ്തുതിക്കപ്പെട്ടവളുമായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ പേരിലാണ് സ്ഥാപിക്കപ്പെട്ടത്. പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗീയ ഔന്നത്യം ഭക്തിയോടെ സ്മരിക്കുന്ന ക്രിസ്തീയ വിശ്വാസ സമൂഹം കേരളത്തിന്റെ പ്രത്യേകതയാണ്. സഹസ്രാബ്ദങ്ങളായി കേരള ജനതയുടെ ആത്മീയ പാരമ്പര്യത്തിന്റെ അവഗണിക്കുവാനാവാത്ത ഘടകമാണ് മാതൃദൈവ വിശ്വാസം. നീതിസൂര്യനായ യേശുവിന്റെ രണ്ടാം വരവിനെ പ്രതീക്ഷിക്കുന്ന ക്രൈസ്തവ ജനതയുടെ ആധ്യാത്മിക ദർശനം പോലെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നായിരുന്നു ഇതിനുള്ളിൽ മതകർമ്മങ്ങൾ നടത്തിയിരുന്നത്. ക്ഷേത്രഭിത്തികളിൽ നിരയായി കാണുന്ന കൽവിളക്കുകൾ ഈ പള്ളിയുടെ ഭിത്തിയിലും കാണാം. കേരളത്തിലെ പ്രാചീന സുറിയാനി പള്ളികളുടെ നിർമ്മാണത്തിൽ പൗരസ്ത്യ ശൈലികൾ കടന്നുകൂടിയിട്ടുണ്ട്. മുഖവാരമില്ലാതെയാണ് പഴയ പള്ളി പണിതിട്ടുള്ളത്. സമീപ പ്രദേശങ്ങളിൽ ആരാധനാലയം ഇല്ലാതിരുന്നതിനാൽ അക്കാലത്തെ പ്രദേശവാസികളുടെ ഇടവക പള്ളി ആയിരുന്നിരിക്കാം ഇത്. പറവൂരിലെ കോട്ടക്കാവ് പള്ളിക്കും ഉദയംപേരൂർ പള്ളിക്കും ഇടയിലുള്ള ഏക പള്ളിയായിരുന്നു ഇത്. ഇടപ്പള്ളി എന്ന പേർ ഇതിൽ നിന്ന് ഉണ്ടായി എന്ന് കരുതപ്പെടുന്നു. പള്ളിക്ക് സമീപമുള്ള തെക്കേ അങ്ങാടിയിലും വടക്കേ അങ്ങാടിയിലും കാണുന്ന കൽക്കുരിശുകൾ 6-ാം നൂറ്റാണ്ടിന്റെ ശില്പമാതൃകയെ അനുസ്മരിപ്പിക്കുന്നു. ഇടപ്പള്ളി ചന്ത വിദേശത്തു നിന്നും കുടിയേറിയ ക്രിസ്തീയ വ്യാപാരികൾക്ക് നാട്ടുരാജാവ് കച്ചവടത്തിനായി നൽകിയ സ്ഥലമാണ്. ക്രിസ്തുവിന് മുൻപ് 3000 വർഷം മുതൽ വിദേശികളെയും വൈദേശിക സംസ്കാരത്തെയും കേരള തീരത്തോടടുപ്പിച്ചത് ഇവിടുത്തെ വാണിജ്യ പ്രാധാന്യമായിരുന്നു. വാണിജ്യ യാത്രകളോടൊപ്പം വിശ്വാസികളുടെ പ്രതിപുരുഷന്മാരും കടൽ കടന്ന് ഇവിടെയെത്തി. ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ദൈവപുത്രന്റെ ആഹ്വാനം കേരളം ഉൾപ്പെടെയുള്ള പൗരസ്ത്യ നാടുകളിൽ പ്രാവർത്തികമാക്കപ്പെട്ടു. സത്യസഭയിലെ നിണസാക്ഷിയായ വിശുദ്ധ ഗീവർഗീസിനോടുള്ള ഭക്തി കേരളത്തിലും പ്രബലമാക്കുന്നതിന് വ്യാപാര ബന്ധങ്ങൾ സഹായകരമായി. യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം
പീഡിപ്പിക്കപ്പെടുമെന്ന വചനം പോലെ ഡയോക്ലിഷൻ ചക്രവർത്തിയുടെ കാലത്ത് വിശുദ്ധ ഗീവർഗീസ് വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയായി. വിശുദ്ധി എന്നത് സഹനമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഇടപ്പള്ളിയിലെ സഹദായുടെ തിരുരൂപം ഇതിനു സാക്ഷ്യമാണ്. കേരളീയ ആചാരങ്ങളോട് സാമ്യമുള്ള വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഐതിഹ്യങ്ങൾ വിശുദ്ധനോടുള്ള വിശ്വാസവർദ്ധനവിന് വേഗത്തിൽ വേരോട്ടമുണ്ടാക്കി. സർപ്പാരാധന കേരളീയ ഹൈന്ദവ സമൂഹത്തിൽ പ്രബലമാണ്. വിഷസർപ്പങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ വിശുദ്ധ ഗീവർഗീസിനോട് ഇവിടെ പ്രാർത്ഥിക്കാറുണ്ട്. സർപ്പത്തിന്റെ രൂപത്തിലെത്തി ആദി മാതാപിതാക്കളെ വശീകരിച്ച സാത്താന്റെ പ്രതിരൂപത്തെ നിഗ്രഹിക്കുന്ന വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ രൂപം ഭക്തമനസ്സുകളിൽ മതഭേദമന്യേ കുടിയേറി. ബൈബിൾ കാഴ്ചപ്പാടിൽ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രതീകമാണ് സർപ്പം. വിശുദ്ധർ ലോകത്തെ വിധിക്കുമെന്ന തിരുവെഴുത്ത് പോലെ ഇടപ്പള്ളി പള്ളിയിലെത്തുന്ന വിശ്വാസികൾ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുരൂപത്തിന് മുന്നിൽ ഭക്തിയോടെ എത്തുന്നു. സർപ്പദോഷത്തിൽ നിന്നും രക്ഷ നേടാൻ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഈ ദേവാലയത്തിൽ നേർച്ച കാഴ്ചകൾ നടത്തുന്നവർ ധാരാളമുണ്ട്. കോഴികളെ നേർച്ചയായി നൽകുന്ന പതിവ് ഇവിടെ അനുവർത്തിക്കുന്നു. സർപ്പദോഷം മാറുവാനുള്ള ഒരാചാരമാണിത്. നേർച്ചയായി ലഭിക്കുന്ന കോഴികളെ ലേലത്തിൽ വിൽക്കുന്നു. നേർച്ച കോഴികളെ പാകം ചെയ്ത് കഴിക്കുന്നതും ഇവിടുത്തെ ആചാരത്തിന്റെ ഭാഗമാണ്. പള്ളിയുടെ വടക്കുഭാഗത്തുള്ള കിണറ്റിലെ ജലത്തിന് രോഗശാന്തി നൽകുവാൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് വിശ്വാസികൾ വിശുദ്ധ തീർത്ഥം പോലെ കുടിക്കുന്നു. കിണറ്റിലെ ജലവും പള്ളിമുറ്റത്തെ മണലും വൈദികരെ കൊണ്ട് വെഞ്ചരിപ്പിച്ച് സർപ്പദോഷം അകറ്റുവാൻ വീടിന് ചുറ്റും തളിക്കുന്നു. യാത്രയിലെ അപകടങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിന് ദേവാലയ മുറ്റത്ത് വാഹനങ്ങൾ വെഞ്ചരിക്കാറുണ്ട്. ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതിനായി അടിമ സമർപ്പണം, ശൂലം എഴുന്നള്ളിക്കൽ, വെടിനേർച്ച എന്നിവയും ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളിൽ പെടുന്നു. മാസാദ്യ വെള്ളിയിലെ കുർബാന കൈക്കൊള്ളുവാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും തീർത്ഥാടകർ എത്തുന്നു. വിശുദ്ധനോടുള്ള ഭക്തിക്കും തിരുനാൾ ആഘോഷത്തിനും പ്രാധാന്യം ലഭിച്ചതോടെ ഇടപ്പള്ളി പള്ളി വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുവാനുള്ള പ്രസിദ്ധേന്ത്യയാകണമെന്ന് വളരെയധികം വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ താലോലിച്ച് നടന്നൊരു സ്വപ്നമാണ് കഴിഞ്ഞ വർഷം പൂവണിഞ്ഞത്. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ അനുഗ്രഹത്താലും സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും പൂർവാധികം ഭംഗിയോടെ പെരുന്നാൾ നടത്തപ്പെടുവാനിടയായതിൽ വളരെയധികം ചാരിതാർത്ഥ്യതയുണ്ട്. നാനാജാതി മതസ്ഥരായ ഭക്തജനങ്ങളുടെ സഹകരണവും ഇടവക ജനങ്ങളുടെ സഹകരണവും എല്ലാം എനിക്ക് ലഭിക്കുകയുണ്ടായി. വിശുദ്ധൻ്റെ അനുഗ്രഹത്താൽ ഇവിടെ വന്നണയുന്ന പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അതിരില്ലാത്തതാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഞാൻ വ്യാപരിക്കുന്ന മറ്റു മണ്ഡലങ്ങളിലും വിശുദ്ധൻ്റെ അനുഗ്രഹത്താൽ വളരെയധികം നേട്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വിശുദ്ധനോടുള്ള
നന്ദിയും വിശുദ്ധനോടുള്ള പ്രത്യേകമായിട്ടുള്ള ഭക്തിയുമാണ് അതിന് കാരണമായിട്ട് ഞാൻ കാണുന്നത്. എന്നെപ്പോലെ വിശുദ്ധൻ്റെ പാദാന്തികത്തിൽ അണയുന്ന 10,000-കണക്കിന് ഭക്തജനങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹാശിസ്സുകളുടെ ഒരേ ഒരു തെളിവാണ് ഈ മണ്ണിലേക്ക് അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന അനർഘളമായ ഭക്തജനങ്ങളുടെ തിക്കും തിരക്കും. ഒരു പ്രദേശത്തെ ജനതയുടെ ആത്മീയ അസ്തിത്വത്തിൻ്റെ മുദ്രയായ പഴയ പള്ളി 1080-ൽ പുതുക്കി പണിതു. ദുരാത്മാവായ സർപ്പത്തെ പ്രതിരോധിക്കുന്ന വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ രൂപം പള്ളിയുടെ ഇടതുവശത്തുള്ള അൾത്താരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ദൈവീക മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും വിശ്വാസികളെ ഉയർത്തുന്ന ആത്മീയ ശക്തിയുടെ പ്രതിരൂപമായി ശാലീന ഭാവം പൂണ്ട സഹദ അനുഗ്രഹവർഷം ചൊരിയുന്നു. വലതുവശത്ത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അൾത്താരയാണ്. 1911-ൽ കൊത്തുപണികളോടുകൂടി പുതുക്കി പണിതതാണ് പ്രധാന അൾത്താര. പരിശുദ്ധ മാതാവിനെ സ്വർഗരാജ്ഞിയായി വാഴിക്കുന്ന ശില്പചിത്രം ഇവിടെ കാണാം. മാതാവിൻ്റെ അതിമനോഹരമായൊരു ചിത്രവും ഇതോടൊപ്പം രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് തിരുനാൾ പ്രദക്ഷിണത്തിന് വിശുദ്ധന്റെ രൂപം എഴുന്നള്ളിക്കുന്ന രൂപക്കൂടും രഥവുമാണ്. ബൈബിൾ സംഭവങ്ങളിലേക്ക് ആരാധക ശ്രദ്ധ ആകർഷിക്കുന്ന രഥവും രൂപക്കൂടും ശില്പചാതുര്യത്തോടെ വിളങ്ങുന്നു. അൾത്താരയ്ക്ക് മുന്നിലെ ചോരാമാളിക 1903-ലാണ് നിർമ്മിക്കപ്പെട്ടത്. പിൽക്കാലത്ത് 2 പ്രാവശ്യം പള്ളിയുടെ മുഖവാരം പുതുക്കി പണിയുകയുണ്ടായി. വലിയ പള്ളിയുടെ മുന്നിലുള്ള മണിമാളിക ദൈവമഹത്വം വിളംബരം ചെയ്യുന്ന വിശ്വാസ ഗോപുരമായി ഉയർന്നു നിൽക്കുന്നു. 1503 കിലോഗ്രാം തൂക്കമുണ്ട് ഇതിലെ മണിക്ക്. ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായി ഇടപ്പള്ളി പള്ളി മാറുകയാണ്. വലിയ പള്ളിക്കു പിന്നിൽ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന പുതിയ പള്ളിയുടെ പെരുമ ഇനി വിശ്വാസി ലോകത്തിന് സ്വന്തം. വിശ്വമാനവികതയിലൂടെ വിശ്വാസദീപ്തി ലോകമാകെ പരത്തിയ മദർ തെരേസയുടെ പാദസ്പർശത്തിലൂടെ പുണ്യപദം നേടിയ പള്ളി അങ്കണത്തിലെ മണൽത്തരികൾക്ക് പോലും അനുഗ്രഹവർഷത്തിന്റെ ആത്മീയ ചൈതന്യമുണ്ട്. The fruit of prayer is a deepening of faith, and the fruit of faith is love. അശരണരുടെ അഭയമായി വിശ്വസ്തയോടെ ദൈവത്തോടൊപ്പം പ്രവർത്തിച്ച മദർ പള്ളിയുടെ 14ാം സെന്റിനറി ആഘോഷത്തോടനുബന്ധിച്ച് ഇവിടെയെത്തി ആശീർവാദങ്ങൾ നൽകി. ദൗത്യങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള ദൈവിക പദ്ധതിയുടെ വേദിയാണ് ഈ ദേവാലയങ്കണം. സാഹോദര്യവും സൗഹൃദവും സമന്വയവും കൂട്ടായ്മയും പടുത്തുയർത്തുന്ന ദേവാലയത്തിലേക്ക് ഇന്ത്യയുടെ പ്രഥമ പൗരനായ ഡോക്ടർ APJ അബ്ദുൽ കലാം കടന്നു വന്നത് അപ്രതീക്ഷിതമല്ല. ലോക സമാധാനത്തിനും ദേശീയ ഐക്യത്തിനും മതസൗഹാർദ്ദത്തിനും വേണ്ടിയുള്ള പ്രഥമ പൗരന്റെ സന്ദർശനം ആരാധനയുടെ അകത്തളങ്ങളിൽ പുതുചൈതന്യം പകർന്നു. സർവശക്തനും സർവവ്യാപിയുമായ ദൈവത്തോട് പ്രാർത്ഥനാപൂർവം ചേർന്നു നിൽക്കുവാനുള്ള ഇടമാണിത്. ദേവാലയത്തിനുള്ള അടിസ്ഥാനമിട്ട് ക്ഷേമത്തിനുള്ള പദ്ധതി ഒരുക്കിയ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ മഹാമഹം ആത്മീയ തീർത്ഥാടനത്തിൻ്റെ അങ്കണത്തിലേക്ക് ആയിരക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന ആഘോഷവേളയാണ്. സമൃദ്ധിയുടെ